നമസ്കാരം. ഏറ്റവും വെള്ളത്തിലേക്ക് സ്വാഗതം. വിപണിയിൽ വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിച്ചേർന്ന് പ്രധാനപ്പെട്ട ഓരോ സൂചികകളിൽ ഒരു പ്രതീക്ഷ നൽകിയെങ്കിൽ ഇന്ന് നിലനിർത്താൻ സാധിച്ചില്ല. നിഫ്റ്റി 26,100 നിലവാരത്തിനും താഴേക്ക് എത്തിച്ചേർന്നു. എല്ലാ സെക്ടറുകളിൽ നിന്നും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇന്ന് വിപണിയിൽ തിരിച്ചടി നേരിടാനുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ വിപണിയുടെ അടുത്തയാഴ്ച മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ അതൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യം വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു നിഫ്റ്റി എൻഎസ്ഇയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സൂചിയാകട്ടെ അത് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പം അതിന് നോക്കുകയാണെങ്കിൽ ഒരു 82 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു പെട്ടെന്നുള്ളൊരു തിരിച്ചുകയറ്റത്തിന് റിക്കവറിക്ക് ഒരു ശ്രമം നടത്തിയെങ്കിലും ആ ഒരു ബൗൺസ് ബാക്കിന് ഒരു ശക്തി കുറവ് കാരണം നിലനിൽക്കാൻ സാധിച്ചില്ല. അവിടെ ഒരു ഉയർന്നൊരു പുതിയൊരു സെല്ലിങ്ങോടുകൂടി തന്നെ നിഫ്റ്റി വീണ്ടും താഴേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ ഇൻട്രാഡേ ലോ 26,56 അത് രേഖപ്പെടുത്തി. അതിനുശേഷം ഒരു നേരിയൊരു ബാൻഡിൻ്റെ ഉള്ളിൽ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ ഏകദേശം 2 മണിക്കൂറോളം 26,056 26,011 എന്നുള്ള ആ ഒരു ബാൻഡിൻ്റെ ഇടയിലാണ് നിഫ്റ്റി തങ്ങി നിന്നത്. അവിടെ ഒരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പററി ഇക്വിലിബ്രിയം നമുക്ക് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ടെമ്പററി ഇക്വിലിബ്രിയം ആയിട്ടൊക്കെ നമുക്കത് വായിച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു നിലവാരം ഈ ഒരു പരിധി ഈ റേഞ്ച് പൊട്ടിച്ചിട്ട് ഒരു വീണ്ടും മുന്നേറാനുള്ള ശ്രമം വിപണിയിൽ കാണാനായി. പക്ഷേ എന്നാൽ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നതിനെ അതിജീവിക്കാൻ പ്രധാനപ്പെട്ട ഒരു സൂചികൾക്ക് സാധിച്ചില്ല. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഹൈ 26,975 26,999 എന്നുള്ള സോണിൽ ഇന്നത്തെ ഒരു മുന്നേറ്റം പരിമിതപ്പെടുകയായിരുന്നു. വീണ്ടും അതിനുശേഷം നിഫ്റ്റിക്ക് തങ്ങി നിൽക്കാൻ സാധിക്കാതെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീഴുകയും ഇന്നത്തെ ഒരു ചാഞ്ചാട്ടം ഒരു വോൾട്ടൈലായൊരു സെഷന് ഒരു അന്ത്യം കുറിക്കുകയുമായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച വ്യാപാരത്തിലൊടുവിൽ നോക്കുമ്പോൾ നിഫ്റ്റി സൂചിക 124 പോയിന്റ് അല്ലെങ്കിൽ 0.47%, 0.5% ഇടിഞ്ഞ് 26,068 എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ തുടർച്ചയായി 2 ദിവസത്തെ ഒരു മുന്നേറ്റത്തിനും ഒരു താൽക്കാലിക വിരാമമായിരിക്കുന്നു. ഇനി നിഫ്റ്റി ഓഹരികളുടെ അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായി 50 ഓഹരികൾ കൂട്ടത്തിൽ നോക്കുമ്പോൾ മാരുതി സുസുക്കി, M&M, ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ, ഇൻഡിഗോ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, മാക്സ് ഹെൽത്ത് കെയർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ JSW സ്റ്റീൽ, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, SL ടെക്നോളജീസ് തുടങ്ങിയവയാണ് ഇന്ന് നിഫ്റ്റി അവരുടെ കൂട്ടത്തിൽ നേട്ടമുണ്ടാക്കിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സൂചികയായ BSEയുടെ സെൻസെക്സ് ആകട്ടെ 401 പോയിന്റ് അല്ലെങ്കിൽ 0.5% താഴ്ന്ന് 85,232 നിലവാരത്തിലുമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അപ്പോൾ വെള്ളിയാഴ്ച വ്യാപാരത്തോടെ ഈ ഒരു വ്യാപാരാഴ്ചയ്ക്കും അവസാനമാകുന്നത് നോക്കുമ്പോൾ ഈ ഒരു ആഴ്ചയിൽ പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും പ്രധാനപ്പെട്ട ഓഹരികളായ നിഫ്റ്റിയും സെൻസെക്സും 1% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായി രണ്ടാമത്തെ വ്യാപാരാഴ്ചയിലാണ് സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തോടെ ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ മിഡ് ക്യാപ് സൂചികയിൽ ഒരു 1% നഷ്ടമാണ് ഒരു വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ കാണാനാകുന്നത്. ഇന്നത്തെ ഒരു തിരിച്ചടിയിൽ ഈ ഒരു ആഴ്ചയിൽ കരസ്ഥമാക്കിയിരുന്ന നേട്ടങ്ങളെല്ലാം കൈവിട്ട് പോയതുകൊണ്ടാണ്. അതായത് വെള്ളിയാഴ്ച ഒരു ഷാർപ്പ് ഡ്രോപ്പാണ് മിഡ് ക്യാപ് ഇൻഡെക്സിനെ വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ നഷ്ടത്തിലേക്ക് ആനയിച്ചത്. ഇനി പ്രധാനപ്പെട്ട ഒരു സെക്ടറൽ ഇൻഡെക്സസ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 സെഷനിലും തുടർച്ചയായിട്ട് ഒരു ഓൾ ടൈം ഹൈ തിരുത്തി മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സൂചിയാണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് അത് നേട്ടം നിലനിർത്താൻ സാധിച്ചില്ല. 480 പോയിന്റ് അല്ലെങ്കിൽ ഏകദേശം 3/4%-ലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി 58,868 നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് നേട്ടത്തിൽ തന്നെയാണ്, 1%-ഓളമുള്ള നേട്ടത്തിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഘടകങ്ങളാണ് നമുക്ക് പ്രതികൂല ഘടകങ്ങളാണ് കാണാൻ കഴിയുക. ഒന്ന്, ഒരു വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ഘട്ടത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം നല്ല രീതിയിൽ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും ഏകദേശം 3%-ഓളം, ജപ്പാൻ്റെ നിക്കി ആയാലും 2%-ഓളം ഒക്കെ നഷ്ടം രേഖപ്പെടുത്തി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. ഷാങ്ഹായും ഹോങ്കോങ്ങും ഒക്കെ ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകളൊക്കെ ഒരു റെഡിലായിരുന്നു, നെഗറ്റീവിലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു ശക്തമായ തിരിച്ചടി ആഗോള വിപണിയിൽ കാണപ്പെട്ടതിൻ്റെ ഒരു സ്വാധീനം ഇന്ത്യൻ വിപണിയിലും കാണാനായി. ഇപ്പം കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ US മാർക്കറ്റുകളൊക്കെ നെഗറ്റീവായിരുന്നു. നാസ്ഡാക്ക് ആയാലും S&P ആയാലും ഡൗ ജോൺസ് എല്ലാം നല്ല രീതിയിലുള്ള ഗണ്യമായിട്ട് തിരിച്ചടി നേരിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലെയും ബാധിച്ചു എന്ന് പറയുന്നത് മുന്നേറ്റത്തിന് വിഘാതമാകുകയും ചെയ്തു. പ്രധാനമായും ഗ്ലോബൽ വിപണികൾ നെഗറ്റീവിലേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം വന്ന US പുറത്തു വന്നൊരു എക്കണോമിക് ഡാറ്റയാണ്. അപ്പം ജോബ് ഡാറ്റയാണ്, സെപ്റ്റംബർ മാസം ജോബ് ഡാറ്റയാണ് കഴിഞ്ഞ ദിവസം വന്നത്. US ആ ഒരു ഷട്ട്ഡൗൺ കാരണം പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ ഭരണസമ്മേളനം കാരണം ഡാറ്റയൊക്കെ കമ്പൈൽ ചെയ്യാൻ വൈകിപ്പോയത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ മാസത്തെ റിലീസ് ചെയ്ത്. ഇനി നവംബറിലും ഒക്ടോബറിലും ഒരുമിച്ചായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും സെപ്റ്റംബറിൽ
ജോബ് ഡേറ്റ വിപണി പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടിയിലധികമുള്ള ഒരു നിരക്കിലാണ് വന്നേക്കുന്നത്. അതായത് 50,000-ഓളം ആയിരിക്കും പുതിയതായിട്ടുള്ള ജോബ് ക്രിയേറ്റ് ചെയ്യുമെന്ന് വിപണി പ്രതീക്ഷിച്ചെടുത്ത് 1,00,000-ലധികം 1,15,000-അടുത്തുള്ള ഒരു നമ്പറാണ് ഒരു പുതിയതായിട്ട് ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലേബർ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു പ്രതീതി ജനിപ്പിച്ചതോടെ US ഫെഡറൽ റിസർവ്, അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് US ഫെഡറൽ റിസർവിന് ഡിസംബറിൽ ചേരുന്ന ഒരു പലിശ നിരക്ക് നിർണ്ണയ സമിതിയിലെ FOMC യോഗത്തിൽ റേറ്റ് കട്ട് അല്ലെങ്കിൽ പലിശ നിരക്ക് താഴ്ത്തിയേക്കും എന്നുള്ള നേരത്തെ ഉണ്ട് പ്രതീക്ഷയ്ക്കൊരു കടുത്തൊരു മങ്ങലാണ് ലഭിച്ചപ്പോൾ ലേബർ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ പലിശ നിരക്ക് കുറയ്ക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള മാക്രോ എക്കണോമിക്കുള്ള കാര്യങ്ങളോടൊക്കെ നോക്കിയിട്ട് ഇൻഫ്ലേഷൻ ഇപ്പോഴും അവിടെ ഫെഡറൽ റിസർവിൻ്റെ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തുന്നവരെ ആ ഒരു ഉയർന്ന പലിശ നിരക്ക് നിൽക്കട്ടെ എന്നാണ് മിക്ക ഇതുവരെയുള്ള ഫെഡറൽ റിസർവിൻ്റെ ഭാഗമുള്ള ഗവർണർമാരുടെ ഒരു പകുതിയോളം പേരുടെ ഒരു പ്രസ്താവനകൾ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞതിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ ഒരു 63% എക്കണോമിസ്റ്റുകളുടെ ഒരു ഒപ്പീനിയൻ പോളിൻ്റെ ഇടയിലൊക്കെ 63% വരെ, ഏകദേശം 70% വരെ ഉള്ള ആൾക്കാരും ഈ ഡിസംബറിൽ FOMC യോഗത്തിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഇപ്പോൾ ഈ ഒരു ജോബ് റിപ്പോർട്ടിലൂടെ വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ 30% പേർ മാത്രമാണ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് ഡിസംബറിൽ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം റേറ്റ് കട്ട് ഒരു പ്രതീക്ഷ മങ്ങിയുടെ തന്നെ ഡോളർ സ്ട്രെങ്തൻ ആയതുമൊക്കെ ആണ് നമ്മുടെ ഒരു വിപണിയെ ബാധിച്ചിട്ടുള്ളത്. എമർജിംഗ് മാർക്കറ്റിനെ സംബന്ധിച്ച് അവിടെ US ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കാത്തത് ഒരു നെഗറ്റീവ് ഘടകമാണ്. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ഗ്ലോബൽ ആയിട്ടുള്ളൊരു ഘടകങ്ങളൊക്കെ നെഗറ്റീവായി മാറിയത്. ഇതിൻ്റെ ഒരു അനുബന്ധ ഘടകമായിട്ട് തന്നെയാണ് രൂപയിലും ഇന്നൊരു റെക്കോർഡ് വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. രൂപയുടെ ഡോളറിനെതിരായ വിനിമയം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയി. അപ്പോൾ വിലയിരുത്തിയ വ്യാപാരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 88.88 എന്നുള്ള ഒരു നിരക്ക് മറികടന്ന് 88.83 എന്ന നിലവാരത്തിലേക്ക് രൂപയുടെ വിനിമയ മൂല്യം താഴ്ന്നിട്ടുണ്ട്. ഡോളറിനെതിരായ വിനിമയ മൂല്യം താഴ്ന്നിട്ടുണ്ട്. അത് റെക്കോർഡ് ലോയാണ്. അപ്പം ഇത് 88.8 സെപ്റ്റംബർ രേഖപ്പെടുത്തിയാണ്. അതിനുശേഷം പിടിച്ചിരുന്നിരുന്ന റുപ്പിയാണ്. റുപ്പിയുടെ വിനിമയ മൂല്യമാണ് ഇപ്പം വീണ്ടും റെക്കോർഡ് താഴ്ചയിലേക്ക് പോയിട്ടുള്ളത്. അപ്പം അത് FISന്റെ സെല്ലിങ്ങിനെയൊക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു ഘടകമാണ് രൂപയുടെ വിനിമയ മൂല്യം കുറയുന്നത്. അപ്പം രൂപയുടെ ആ ഒരു വിനിമയ മൂല്യത്തിലൂടെ തിരിച്ചടി ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഘടകം പ്രവർത്തിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ടൊരു ഘടകം നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് സൂചികയിൽ നിന്ന് പെട്ടെന്നൊരു കുതിച്ചാട്ടം ഉണ്ടായതാണ്. അപ്പം മാർക്കറ്റിലെ ഒരു വോൾട്ടാലിറ്റി ഗേജ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിന് തോത് ഒഴിവാക്കുന്ന ഒരു സൂചിയാണ് ഇന്ത്യ വിക്സ് സൂചി. അപ്പോൾ ഇന്ന് 13% ഉയർന്നത്. അങ്ങനെ 13.68 വരെ ഉയർന്നു. 13.63 ക്ലോസിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ടൊരു ചെറിയ അൺസർട്ടനിറ്റി മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിലുണ്ടെന്നുള്ളൊരു ധാരണയാണ് അതിലൂടെ കൈവരുന്നത്. അപ്പം വിക്സ് ഉയരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുന്നിൽ ഒരു വൈഡറായിട്ടുള്ള മാർക്കറ്റ് സ്വിങ്സ് വിപണിയിൽ ചാഞ്ചാട്ടമൊക്കെ പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഇന്ത്യ വിക്സ് ഉയരുന്നത്. ഇന്ത്യ വിക്സ് സൂചി ഉയർന്നതും ഒരു മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു വീക്കെൻഡാണ്, 2 ദിവസം ഗ്യാപ്പ് വരുന്നത് കൊണ്ടുമൊക്കെ ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാനുള്ളത് കൊണ്ടും നിക്ഷേപത്തെ ജാഗ്രത പാലിച്ചതും ഇന്ത്യ വിക്സ് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിച്ചതും വിപണിയുടെ മുന്നേറ്റത്തിന് തടയിട്ടതായി നമുക്ക് കാണാം. അപ്പോൾ പ്രധാനമായിട്ടും വീക്കറായിട്ടുള്ളൊരു ഗ്ലോബൽ ക്യൂസ് റുപ്പിയുടെ വിനിമയ മൂല്യം താഴേക്ക് പോയത് ഇന്ത്യ വിക്സ് സൂചിയും 3 പ്രതികൂല ഘടകങ്ങളാണ് വിപണിയുടെ ഒരു തിരിച്ചടിക്ക് പ്രധാനമായിട്ടും കാരണങ്ങളായിട്ട് കാണാനാകുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ NSEയിൽ 3175 ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ 784 ഓഹരികൾ മാത്രമാണ് നേരത്തെ ക്ലോസ് ചെയ്തത്. ഡിക്ലൈൻ അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തി 2305 ഓഹരികളാണ്. അതായത് ഒരു ഓഹരി നേട്ടത്തോടെ ക്ലോസ് ചെയ്തപ്പം മറുവശത്ത് 3 ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു മാർക്കറ്റ് ബ്രെത്ത് അത്ര വീക്കറായിരുന്നു നമുക്ക് കാണാൻ. ബേഴ്സിൻ്റെ ഫേവറബിൾ ആയിരുന്നു ഒരു ബ്രോഡർ മാർക്കറ്റ് എന്ന് കാണാം. ഇന്ന് 52 വീക്ക് ഹൈ ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തി 42 ഓഹരികളാണെങ്കിൽ 52 വീക്ക് ലോ 182 ഓഹരികളാണ് ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് പോയത്. അപ്പർ സർക്യൂട്ടിൽ നിലവാരത്തിൽ ക്ലോസ് ചെയ്ത 75 ഓഹരികളാണെങ്കിൽ ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ ക്ലോസ് ചെയ്ത 81 ഓഹരികളാണ്. ഇനി NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 ഒരു 0.25% നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 500ൻ്റെ അകത്ത് നോക്കുമ്പോൾ 500 ഓഹരികളിൽ 414 ഓഹരികളും നഷ്ടത്തോടെയാണ് നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിൻ്റെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഡിക്ലറേഷൻ അത്രയ്ക്കും ഒരു ബേഴ്സിന് ഫേവറബിൾ ആയിരുന്നു എന്ന് കാണാം. അല്ലെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൻ്റെ അകത്തൊരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടൊരു പാർട്ടിസിപ്പേഷൻ കുറവാണെന്ന് കാണാം. ഏതാനും ലാർജ് ക്യാപ്പ് ഓഹരികളുടെ ഒരു മുന്നേറ്റമാണോ ഇപ്പം വിപണിയെ നയിക്കുന്നതെന്ന് നമുക്കിതിലൊന്ന് തോന്നിപ്പോകാം. അപ്പോൾ എന്തായാലും ബ്രോഡർ മാർക്കറ്റ് ഒരു വീക്കറായിരുന്നു കാണാം. ഇപ്പം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കിയാലും ഫ്രണ്ട് ലൈൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന നിഫ്റ്റിയെക്കാട്ടും താരതമ്യേന ഒരു മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികളിൽ നിന്ന് 1%-ലേറെയുള്ള നഷ്ടം കുറിച്ചിട്ടുണ്ട്.
ഇനി സെക്ടറൽ ഫണ്ട് അല്ലെങ്കിൽ സെക്ടർ സൂചികൾ കൂട്ടത്തിൽ നോക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ഇവയിൽ ഒരു സെക്ടറൽ സൂചിക മാത്രമാണ് ഒരു നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് അത് നേരിയ നേട്ടം മാത്രമാണ്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒരു സെക്ടറൽ സൂചികളെല്ലാം നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി FMCG മാത്രമാണ് ഒരു നേരിയ നേട്ടത്തോടെ സെക്ടറൽ സൂചികളുടെ കൂട്ടത്തിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്തത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റിയൊക്കെ 2% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി PSU ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് എന്നിവ 1% നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി മീഡിയ, പ്രൈവറ്റ് ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ NSEയുടെ സെക്ടർ സൂചികൾ 0.5% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു നേരിയ നഷ്ടത്തോടെയാണ് ക്ലോസിംഗ് ഡേ ചെയ്തിട്ടുള്ളത്. ഇനി വിപണിയിൽ എന്തായാലും അടുത്തയാഴ്ച വീണ്ടും മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോളോ ത്രൂ ആക്ഷൻ മിസ്സിങ് ആയി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും 26,100 എന്നുള്ള ഒരു മേജർ റെസിസ്റ്റൻസിന് മുകളിൽ ഇതിന് മുന്നേയുള്ള റീസെൻറ്റ് ഹൈ ആയിരുന്നു, അല്ലെങ്കിൽ ഒക്ടോബർ ഹൈ ആയിരുന്നു 26,100 എന്ന് പറഞ്ഞാൽ. അത്രയൊരു കുറേ കാലം വെള്ളം കുടിപ്പിച്ച ഒരു റെസിസ്റ്റൻസ് നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിട്ട് ഇന്ന് അതിനൊരു ഫോളോ ത്രൂ ആക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഉയർന്ന നിലവാരങ്ങളിലേക്ക് മുന്നേറാനുള്ള ഒരു ചെറിയൊരു കൂടുതൽ മുന്നേറ്റങ്ങൾക്ക് ബയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഒരു പിന്തുണക്കുറവാണെന്ന് കാണാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പം ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പ്രധാനപ്പെട്ട് നോക്കും. ഇപ്പോൾ RSI നോക്കുകയാണെങ്കിലും ചെറിയ രീതിയിലൊരു താഴ്ന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പ്രധാനപ്പെട്ട 50-60 എന്നുള്ള ഒരു മാർക്കിന് മുകളിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനി അതുപോലെ തന്നെ MACD നോക്കിയാലും MACD ഹിസ്റ്റോഗ്രാം ബാറുകളൊക്കെ ഉയരുന്നതായി കാണാം. അതൊരു ഗ്രാജുവലി ആയാലും അതൊരു അണ്ടർലൈങ് മൊമെൻറ്റം അവിടെ മെച്ചപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇപ്പം ഒരു ബുള്ളിഷ് ക്രോസ് ഓവറും ഒക്കെ അവിടെ ശക്തിപ്പെടുന്നുണ്ട്. ഇപ്പം അതായത് MACD ലൈൻ സിഗ്നൽ ലൈനും ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്കപ്പോഴും ഒരു ബൈങ് ഇൻട്രസ്റ്റിനെ ഒരു ചെറിയൊരു കൺസോളേഷൻ വരുന്ന സമയത്ത് ഒരു ബൈങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നൊരു ഘടകമാണത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ 26,200, 26,250 തൊട്ട് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അതായത് നിലവിൽ ഓൾ ടൈം ഹൈഡ് അടുത്തുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോൺ. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് വിപണിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുക. അങ്ങനെയെങ്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും. ഇനി മറുവശത്ത് താഴേക്കാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറയുന്നത് 25,900, 25,850 ഒരു പൊസിഷണലായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണിത്. 25,900, 25,850 എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു ബുള്ളിഷ് ഇന്നത്തെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് പൂർണ്ണമായിട്ടും മങ്ങിയിട്ടില്ലെന്നും ഒരു തിരിച്ചുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ബാക്കി നമുക്ക് വിശദമായിട്ട് ഞായറാഴ്ച നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇവർക്കും വീക്കെൻഡ് മികച്ചതായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുവിട്ട് നന്ദി, നമസ്കാരം.